ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മിസ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ച് ലോങ് സെൻറ്റൻസ് ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്, നീ വിളിച്ചപ്പോൾ ഞാൻ ബസ്സിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ല. നീ വിളിച്ചപ്പോൾ ഞാൻ ബസ്സിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ നമ്മൾ കഴിഞ്ഞില്ല, പറ്റില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് സെൻറ്റൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. കാണാത്തവർ ഇതൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലെ പല സെൻറ്റൻസുകളും നമ്മൾ പറയാറുണ്ട്. അപ്പം ഞാൻ ബസ്സിലായിരുന്നു എന്ന് പറയുമ്പോൾ പാസ്റ്റിലാണ് നമ്മൾ പറയുന്നത്. സോ എങ്ങനെ പറയൂ? I was on the bus when you called. I was on the bus when you called. നീ വിളിച്ചപ്പോൾ ഞാൻ ബസ്സിലായിരുന്നു. So I couldn't pick up the phone. So I couldn't pick up the phone. അതുകൊണ്ട് എനിക്ക് ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ല. I was on the bus when you called. I was on the bus when you called. So I couldn't pick up the phone. Okay. Next. നീ വന്നപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു, അതുകൊണ്ട് എനിക്ക് നിന്നെ കാണാൻ കഴിഞ്ഞില്ല. നമ്മൾ പറയാറുണ്ടല്ലോ, നീ വന്നപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു, അതുകൊണ്ട് എനിക്ക് നിന്നെ കാണാൻ കഴിഞ്ഞില്ല എന്നിങ്ങനെ പറയാ. ഇതും കുറച്ച് ലോങ് സെന്റൻസ് ആണല്ലേ. നീ വന്നപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു. I was sleeping when you came. I was sleeping when you came. നീ വന്നപ്പോൾ ഉറങ്ങുകയായിരുന്നു. So I couldn't meet you, അല്ലെങ്കിൽ so I couldn't see you എന്നൊക്കെ പറയാം. അപ്പോൾ I was sleeping when you came, so I couldn't meet you, അല്ലെങ്കിൽ so I couldn't see you. നീ വന്നപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു, അതുകൊണ്ട് എനിക്ക് നിന്നെ കാണാൻ കഴിഞ്ഞില്ല. നെക്സ്റ്റ്, ഞാൻ ഇന്നലെ നല്ല തിരക്കിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് മീറ്റപ്പിന് കൂടാൻ കഴിഞ്ഞില്ല. ഇപ്പം നമുക്കൊരു മീറ്റപ്പ് ഉണ്ട്, അപ്പോൾ അതിന് നമുക്ക് തിരക്ക് കാരണം കൂടാൻ കഴിഞ്ഞില്ല നമ്മൾ പറയാറുണ്ട് അല്ലേ. എപ്പോഴും പറയാറുണ്ട്, പല കാര്യങ്ങളും നമ്മൾ ഇതുപോലെ പറയാറുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ നല്ല തിരക്കിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് മീറ്റപ്പിന് കൂടാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷന് കൂടാൻ കഴിഞ്ഞില്ല, കല്യാണത്തിന് കൂടാൻ കഴിഞ്ഞില്ല. പല കാരണങ്ങൾ നമുക്കിവിടെ പറയാം കേട്ടോ. അപ്പോൾ എങ്ങനെ പറയാം? ഞാൻ ഇന്നലെ നല്ല തിരക്കിലായിരുന്നു എന്ന് പറയുമ്പോൾ ഐ വാസ് റിയലി ബിസി യെസ്റ്റർഡേ. ഐ വാസ് റിയലി ബിസി യെസ്റ്റർഡേ. ഇവിടെ റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കല്ലേ. ഞാൻ ഇന്നലെ ഭയങ്കര തിരക്കിലായിരുന്നു എന്ന് പറയാൻ വേണ്ടിയില്ല, എംഫസൈസ് ചെയ്ത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? റിയലി എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പം ഐ വാസ് റിയലി ബിസി യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു. സോ ഐ കുഡിൻറ്റ് അറ്റൻഡ് ദ മീറ്റിംഗ്. സോ ഐ കുഡിൻറ്റ് അറ്റൻഡ് ദ മീറ്റപ്പ്. എനിക്ക് അതുകൊണ്ട് ഇന്നലെ മീറ്റപ്പിന് കൂടാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഐ വാസ് റിയലി ബിസി യെസ്റ്റർഡേ, സോ ഐ കുഡിൻറ്റ് അറ്റൻഡ് ദ മീറ്റപ്പ്. ഞാൻ ഇന്നലെ ഭയങ്കര ബിസി ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് മീറ്റപ്പിന് കൂടാൻ കഴിഞ്ഞില്ല. ഓക്കെ, ഇനി കുറച്ച് സിമ്പിൾ സെൻറ്റൻസുകളാണ് പറയാനായിട്ട് പോകുന്നത്. ഞാൻ അവനോട് പറഞ്ഞില്ല അല്ലേ. ഞാൻ അവനോട് പറഞ്ഞില്ല എന്ന് പറയാറുണ്ട്. എന്നോട് ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ച കുറച്ച് സെൻറ്റൻസുകളാണ് കേട്ടോ. വേറൊന്നുമില്ല, ഈ പറഞ്ഞില്ല എന്ന് പറയുമ്പം എന്താണ് യൂസ് ചെയ്യേണ്ടത്? പറയില്ല, പറയാറില്ല. ഇതൊക്കെ കേൾക്കുമ്പം ഒരുപോലെയാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞില്ല എന്ന് പറയുമ്പം അത് പാസ്റ്റാണ്. അപ്പോഴേ ഞാൻ അവനോട് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല. ഐ ഡിഡിൻറ്റ് ടെൽ അവനോട് ഹിം. അപ്പം ഐ ഡിഡിൻറ്റ് ടെൽ ഹിം. ഇവിടെ ഡിഡിൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അതായത് ഡിഡ് നോട്ട് എന്നാണ്. അപ്പം ഐ ഡിഡിൻറ്റ് ടെൽ ഹിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവനോട് പറഞ്ഞില്ല. ഐ ഡിഡിൻറ്റ് ടെൽ ഹർ, ഞാൻ അവളോട് പറഞ്ഞില്ല. ഐ ഡിഡിൻറ്റ് ടെൽ യു, ഞാൻ നിന്നോട് പറഞ്ഞില്ല അല്ലേ. അത് നമ്മളെ ഇഷ്ടംപോലെ നമുക്ക് എന്ത് ചെയ്യാൻ, ആരോടാണോ നമ്മൾ പറയുന്നത് അത് നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ അവനോട് പറയില്ല, ഇത് വരാനിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് പറഞ്ഞില്ല എന്ന് പറയുമ്പം കഴിഞ്ഞു പോയി, എന്നാൽ പറയില്ല എന്ന് പറയുമ്പം ശ്രദ്ധിക്കണം, നമ്മൾ വരാനിരിക്കുന്ന കാര്യമാണ്. പറയും എന്ന് പറയുമ്പം അവിടെ വില്ലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. എന്നാൽ പറയില്ല എന്ന് പറയുമ്പം അത് നെഗറ്റീവാണ്, വരാനിരിക്കുന്ന കാര്യമാണ്. സോ എങ്ങനെ പറയാ? ഡിഡിൻ്റെ പോലെ നമുക്ക് അവിടെ ഒരു ഓക്സിലറി വേണം, അതിനൊരു നോട്ട് ആഡ് ചെയ്യണം. അപ്പം ഞാൻ അവനോട് പറയില്ല. ഐ വോണ്ട് ടെൽ ഹിം. ഐ വോണ്ട് ടെൽ ഹിം, വിൽ നോട്ട് ടെൽ ഹിം എന്നാണ് വേണ്ടത് കേട്ടോ. അപ്പം നമ്മൾ ഒരു സെൻറ്റൻസ് പറയുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ഇത് ഏതാണ് സമയം, അതായത് കഴിഞ്ഞു പോയതാണോ വരാനിരിക്കുന്നതാണോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണോ എന്നുള്ളത് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ഓക്സിലറി അവിടെ ആഡ് ചെയ്യണം. അപ്പം ഇംഗ്ലീഷ്
ഈസിയാണ്, പക്ഷെ അത്ര ഈസി അല്ല. ഇത് ഞാനിപ്പോൾ ഇവിടെ പറയാൻ കാരണം ഒരുപാട് പേര് ഇങ്ങനെ ഡൗട്ട് ചോദിച്ചതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് ചിലരൊക്കെ പറയാറുണ്ട് സിമ്പിളായിട്ട് പഠിക്കാം, അതുപോലെ ഞാനും പറയാറുണ്ട് കേട്ടോ. അതില്ല, പക്ഷേ നമുക്ക് ഒരു ദിവസം കൊണ്ട് പഠിക്കാം, ഒരു മാസം കൊണ്ട് പഠിക്കാം കഴിയില്ല കേട്ടോ. എന്നാൽ മിനിമം ഗ്രാമർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അതായത് ടെൻസസ് മാത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് സംസാരിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് റൂൾസുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ടെൻസസിൻ്റെ ഒരൊറ്റ വീഡിയോ ആയിട്ട് 3 ടെൻസസും ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോയിൽ ഒരു ടെൻസസിൻ്റെ 4 പാർട്ട്, അതായത് 4 പാർട്ട് ചെയ്ത്, പ്രസൻറ്റിൻ്റെ 4 പാർട്ട്, പാസ്റ്റ് 4 പാർട്ട്, ഫ്യൂച്ചർ 4 പാർട്ട്, ഇങ്ങനെ 3 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ടെൻസസ് പഠിക്കാം. ഈ ടെൻസസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കുറഞ്ഞ രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസിൻ്റെ കൺഫ്യൂഷന് മാറിക്കിട്ടും. വേണമെങ്കിൽ ഞാൻ ആ ലിങ്ക് കമൻറ്റിന് താഴെ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. പ്രസൻറ്റിൻ്റെ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ വെക്കാം, ബാക്കി നിങ്ങൾ സെർച്ച് ചെയ്ത് കാണണം കേട്ടോ. ഓക്കെ, ഞാൻ അവനോട് പറയാറില്ല, അങ്ങനെ ഒരു പതിവില്ല. പറയില്ല എന്ന് പറഞ്ഞു, പറയില്ല എന്ന് പറഞ്ഞു. ഇത് രണ്ടും ഇപ്പം നമുക്ക് കേൾക്കുമ്പോൾ വലിയ വ്യത്യാസം തോന്നുന്നില്ല, പക്ഷേ ഇംഗ്ലീഷിൻ്റെ സിറ്റുവേഷനിൽ അതൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇനി ഞാൻ അവനോട് പറയാറില്ല എന്ന് പറയുമ്പം അങ്ങനെ ഒരു പതിവില്ല എന്നാണ്. സോ നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത് ഞാൻ എന്നായത് കൊണ്ട് ഐ ഡോണ്ട് ടെൽ ഹിം എന്നാണ്. ഐ ഡോണ്ട് ടെൽ ഹിം എന്നാണ്. ഇനി അവൾ എന്നോട് പറയാറില്ല എന്നാണെങ്കിൽ അവിടുത്തെ സെൻറ്റൻസ് മാറും. അവൾ എന്നോട് പറയാറില്ല, സബ്ജക്റ്റ് അവളാണ്, എന്നോട് എന്നാണ്. അപ്പം ഷീ ഡസിൻറ്റ് ടെൽ മീ, ഷീ ഡസിൻറ്റ് അവൾ, ഷീ ഡസിൻറ്റ് ടെൽ അവൾ പറയാറില്ല മീ എന്നോട്. അപ്പോൾ ഷീ ഡസിൻറ്റ് എന്നായി അവിടുത്തെ ഓക്സിലറി അല്ലേ. ഡസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അതായത് സിംഗുലർ സബ്ജക്റ്റ് ആണല്ലോ അവിടെ വന്നിട്ടുള്ളത്. അപ്പം ഷീ ഡസിൻറ്റ് ടെൽ മീ, അവൾ എന്നോട് പറയാറില്ല. ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ തരാം. അവൻ എന്നെ വിളിച്ചില്ല, അവൻ എന്നെ വിളിച്ചില്ല എന്നാണ് ക്വസ്റ്റ്യന്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, വെർബ് മാത്രം ഇവിടെ വ്യത്യാസമുള്ളൂ, സബ്ജക്റ്റും വ്യത്യാസമുണ്ട്. അവൻ എന്നെ വിളിച്ചില്ല, അതുപോലെ തന്നെ അവൻ എന്നെ വിളിക്കാറില്ല. ഈ 2 സെൻറ്റൻസും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായ വീഡിയോ ആണ്, എന്നാൽ യൂസ്ഫുൾ ആയ സെൻറ്റൻസ് ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു ലെങ്ത് വീഡിയോ ആയിട്ട് ഞാൻ വരാം. കുറച്ച് തിരക്കിലാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഈ മാസവും അടുത്ത മാസവും ഒക്കെ കുറച്ച് ബിസി ആയിരിക്കും, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക. എന്നാലും എന്നെ കഴിയുന്ന പരമാവധി ഞാൻ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.